CBSE +2 പരീക്ഷാ മൂല്യനിർണ്ണയത്തിലും ഉത്തരക്കടലാസ് പകർപ്പ് ലഭ്യതയിലും വ്യാപക പരാതിയുമായി വിദ്യാർത്ഥികൾ. ഓൺ സ്ക്രീൻ മൂല്യനിർണ്ണയം മൂലം മാർക്ക് കുറഞ്ഞെന്നും സൈറ്റുകൾ അവ്യക്തമാണെന്നും ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് പരാതി ലഭിച്ചതോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇടപെട്ടു. 100 രൂപ നിശ്ചയിച്ച പകർപ്പിന് 8,000 മുതൽ 69,000 രൂപ വരെ ഈടാക്കിയെന്ന ആരോപണത്തിൽ അധ്യാപകരുടെ യോഗം വിളിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ആശങ്കകൾ പരിഹരിക്കാൻ പരമാവധി ഇടപെടുമെന്ന് മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നോബിൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പരാതി വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കുകയാണല്ലേ പ്രധാനമന്ത്രിയുടെ ഓഫീസും അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രാലയവും? +2 പരീക്ഷ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപമാണ് നിലവിൽ ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മെയ് 19 മുതൽ തന്നെ വെബ്സൈറ്റ് CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വലിയ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. അതുമാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യുമ്പോൾ പലതും ബ്ലറായ സാഹചര്യത്തിലാണ് സ്കാൻ ചെയ്യാൻ കഴിഞ്ഞത്. ഇതൊക്കെ ഈ മൂല്യനിർണ്ണയത്തിൽ വലിയ തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ട്. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയാൻ അടക്കം കാരണമായിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ബ്ലറായിട്ടുള്ള പല ഉത്തരക്കടലാസുകളും അതിന് കൃത്യമായി മാർക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായില്ല. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ എന്താണെങ്കിലും പ്രധാനമന്ത്രിക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ എടുക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം റീവാലുവേഷൻ നടത്തിയ അധ്യാപകരുടെ യോഗം അടക്കം വിളിക്കാനുള്ള തീരുമാനം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം എടുത്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായി ഇത്തവണ ഓൺലൈൻ രീതിയായിരുന്നു ഈ പറഞ്ഞ പുനർമൂല്യനിർണ്ണയത്തിന് വേണ്ടി അവലംബിച്ചത്. അതാണ് പ്രതിസന്ധി. പ്രത്യേകിച്ച് ഈ വെബ്സൈറ്റിലടക്കം വേണ്ട നടപടികൾ സ്വീകരിക്കാതെ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടായ പ്രതിസന്ധിയൊക്കെ കൃത്യമായി പരിഹരിക്കാത്തതാണ് പ്രതിസന്ധി കാരണം എന്താണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ 24-ാം തീയതി വരെ ഇത്തരത്തിൽ ഉത്തരക്കടലാസുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി നീട്ടി നൽകി. ഇന്ന് വരെ നീട്ടി നൽകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. നേരത്തെ ഇന്നലെ വരെയായിരുന്നു സമയപരിധി ഉണ്ടായത്. അതിപ്പോൾ ഇന്ന് വരെ നീട്ടി നൽകി. ആവശ്യമെങ്കിൽ അത് ഇന്ന് വീണ്ടും നീട്ടി നൽകാനുള്ള സാധ്യത അടക്കം ഉണ്ട് എന്നാണ് CBSE വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിൽ തന്നെയാണുള്ളത്. കാരണം ഏറെക്കുറെ 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ റീവാലുവേഷൻ നടത്താൻ ഉള്ളത്. അവർക്ക് കൃത്യമായി തന്നെ ഈ വെബ്സൈറ്റ് വഴി അവരുടെ ഉത്തരക്കടലാസുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രതിസന്ധി.